ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈസി സ്നാക്സിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ കുക്കിംഗ്, ക്ലീനിങ്, മേക്കിംഗ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ വന്നിട്ട് ഏപ്രിനും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഉണ്ടാക്കുന്നുണ്ട്, ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരി ആദ്യം തന്നെ നമ്മൾ കുക്കറിലോ കലത്തിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി എടുത്തിട്ട് വേവിക്കാൻ വെക്കാണ്. ഞാൻ ഇന്ന് സാധാ മട്ട റൈസാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അരി വേവും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അരി വെക്കുന്ന മെത്തേഡും ഇത് തന്നെയാണ്. ഈ കുക്കറിൽ അരിയിട്ട് നന്നായിട്ട് കഴുകി ആ കുക്കറിൽ തന്നെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കും. അതിന് ശേഷം അതൊരു വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒരു വിസിലും കൂടി അടിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ അരി വെക്കാറ് കേട്ടോ. അപ്പോൾ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫസ്റ്റിലെ തന്നെ ചോറിൻ്റെ പരിപാടികൾ ചെയ്യാം. പിന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് നല്ല ക്ലീനായിട്ട് ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മെനുവിലുള്ള ഡിഷസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, പിന്നെ ചേന വറുത്തരച്ചിട്ടുള്ള ഒരു കറി, അതേപോലെ തന്നെ അച്ചിങ്ങ തോരൻ, പിന്നെ അച്ചാർ. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വെജ് മെനു ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ നിറഞ്ഞു, ചോറിന് കുക്കറിൽ അടുപ്പത്ത് വെച്ചു. ഇപ്പുറത്ത് നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, നമ്മുടെ ചേന വറുത്തരച്ചിട്ടുള്ള കറിക്ക്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഞാൻ ആ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ആ പാത്രത്തിലോട്ട് തേങ്ങ ഇട്ട് വെച്ചിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് വേപ്പിലുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഒപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എൻ്റെ അടുത്ത് ഇന്ന് വേപ്പില ഉണ്ടായില്ല, അത് കാരണം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ഉടച്ച് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇച്ചിരി തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിലും കൊണ്ട് ഉടച്ചു. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യണത് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തീയൽ പോലത്തെ ഒരു കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് വറുത്ത് റെഡിയായി ഒരു ബ്രൗൺ കളറായി വന്നപ്പോക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ഇതിലോട്ട് മല്ലിപ്പൊടി എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ മല്ലിപ്പൊടിയുടെ ടിന്ന് കാലിയാണ്. അപ്പോൾ പിന്നെ വേഗം തന്നെ അതൊന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ വറുത്തരപ്പ് നമ്മൾ വേഗം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ വറുത്തിട്ടുള്ള ഈ അരപ്പിൻ്റെ ചൂടാറും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പാകത്തിനാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെ ചൂടാറിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റിലേ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചേന ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ കിച്ചൺ ഫുള്ള് ഇങ്ങനെ വൃത്തിയേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലോട്ടാണ് നമ്മുടെ തൊലിയൊക്കെ ചെത്തിയിടണത്. എന്നിട്ട് പിന്നെ നമുക്ക് കിച്ചണിൽ അവിടെ ഒന്നും വീടില്ല, ആ ബോക്സ് എടുത്ത് ജസ്റ്റ് അങ്ങോട്ട് കളഞ്ഞാൽ മതി. ചേന ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്, അതിനൊപ്പം തന്നെ വറുത്ത അരപ്പ് അവിടെ നിന്ന് ചൂടാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേന മുറിച്ച് വൃത്തിയാക്കി കഴുകി അത് പാത്രത്തിലോട്ടിട്ട് ഇനി വേവിക്കാൻ വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ചേന വെന്ത് വരുമ്പോഴേക്കും ആ വറുത്ത് വെച്ചേക്കണ ഇതിൻ്റെ ചൂടാറും അത് അരച്ച് നമുക്ക് കൈയോട് കൂടി ചേനയിലോട്ട് ചേർക്കാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ബൗളിൽ ഞാൻ ഒരിച്ചിരി പുളി വേണം ചേനക്കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചിരി വാളംപുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. ചേന വേമ്പൂക്കും അതും കുതിർന്ന് വരും. ചേന വേവിക്കാൻ വെക്കുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില ഇത്രയും സാധനങ്ങൾ ചേർക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി
ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. വേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ കറികളിലൊന്നും വേപ്പില ചേർക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് വേപ്പില ഉണ്ടാവുമല്ലോ, അപ്പോൾ വേപ്പിലയും കൂടി നിങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചു. അപ്പോൾ ഒന്ന് വിസിൽ താത്തി വെച്ച് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചാണ് ചേനയിലോട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് അച്ചിങ്ങയും കായും കൂടിയും എന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അച്ചിങ്ങ അരിഞ്ഞെടുക്കുകയാണ്. ഈ അച്ചിങ്ങ ഒടിച്ചൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് കിളുന്തായിട്ടുള്ള അച്ചിങ്ങ എല്ലാം കൂടി എടുത്തിട്ട് ഇതേപോലെ കത്തിയും കൊണ്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അച്ചിങ്ങയുടെ പരിപാടി കഴിയും. നിങ്ങൾ ഓരോന്നെടുത്ത് ഒടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേന തിളച്ചു. ഇനി അതിൻ്റെ തീ ഒന്ന് കുറച്ച് അതൊന്ന് ഇളക്കിയിടണം കേട്ടോ. അച്ചിങ്ങയിലോട്ടുള്ള പച്ചക്കായ എടുത്ത് അതിൻ്റെ തൊലി ഫുള്ള് കളയില്ലല്ലോ, അപ്പോൾ അതങ്ങനെ ചെയ്ത് അരിഞ്ഞ് നമുക്ക് അച്ചിങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ അരിഞ്ഞ് വെച്ചേക്കണ അച്ചിങ്ങയിലോട്ടും പച്ചക്കായയിലോട്ടും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടി വന്നു. അരിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുപ്പ് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അച്ചിങ്ങ ഞാൻ അടുപ്പിലോട്ട് വെക്കോട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ അടുക്കളയിലെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് അടുക്കളയിലെ ജോലികൾ തീർത്ത് പുറത്തോട്ട് വരാൻ പറ്റും. കഴുകിയ അച്ചിങ്ങയിലോട്ടും കായയിലോട്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നമ്മുടെ അരി വെന്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ആ അടുപ്പ് ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം. അപ്പോൾ അച്ചിങ്ങയും അങ്ങനെ അടുപ്പത്ത് കയറി ചേന അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. നമ്മുടെ അരപ്പ് ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരയണം. ഇത് ഏകദേശം ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും മസാലപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ചേനത ഇവിടെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇച്ചിരി പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് എടുത്ത് എന്നത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം ചേന ഒന്ന് മൂടി വെച്ച് ഇച്ചിരി നേരം കൂടി ഒന്ന് തിളച്ച് വേവട്ടെ. ബാക്കി വേവ് അരപ്പിക്കിടന്ന് വേവട്ടെ കേട്ടോ. അച്ചിങ്ങയും പച്ചക്കായും വേവിക്കാൻ വെച്ചേക്കണത് ഇടയ്ക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ചേന വറുത്തരച്ചിട്ടുള്ള കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ ഉപ്പ് നോക്കി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ചുമന്നുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് നന്നാക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഉള്ളികളും സാധനങ്ങളൊക്കെ നന്നാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലോട്ട് എന്തെങ്കിലും നന്നാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേസ്റ്റ് ആ ബോക്സ് എടുത്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ള് വീണിട്ട് പിന്നെ അടുക്കള ഫുള്ള് ക്ലീൻ ആക്കാൻ നടക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി ക്ലീനിങ് പരിപാടികൾ കുറയോട്ടോ. നമ്മുടെ പച്ചക്കായയിലോട്ടുള്ളത് ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചേന കാച്ചാനുള്ള ചുമന്നുള്ളിയാണ്. അപ്പോൾ അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ.
നമ്മൾ നേരത്തെ വറുത്തരപ്പ് റെഡിയാക്കിയ നമ്മുടെ പാൻ ഉണ്ടല്ലോ, അതിലോട്ട് തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചേനക്ക് കാച്ചാൻ പോകുന്നത്. സെയിം കൂട്ട് തന്നെയല്ലേ, അപ്പോൾ കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ കടുക് ഇട്ടു, എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2-3 കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചുമന്നുള്ളി. ഇനി ഇതെല്ലാം നന്നായിട്ട് ചുമക്കി മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ചേർക്കാം. അപ്പോൾ എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന കറിയിലോട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേനക്കറി റെഡിയായി. അപ്പോൾ വേറെ പാനൊന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം പച്ചക്കറിയാണ്. പിന്നെ ഇതിലുണ്ടായ അരപ്പിൻ്റെ അംശമൊക്കെ കൂടി എണ്ണയിൽ പിരണ്ട് നമ്മുടെ ചേനക്കറിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി ഉള്ളി മൂപ്പിച്ച് നമ്മുടെ അച്ചിങ്ങയിലോട്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കറികളെല്ലാം റെഡി ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് വെന്തിരുന്നത് ഒന്ന് ഊറ്റണം. ഊറ്റിയതിന് ശേഷം ഞാൻ അത് തിരിച്ച് ആ കുക്കറിലോട്ട് തന്നെ ചേർത്തിട്ട് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഗ്യാസും വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കും. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഞ്ഞിവെള്ളം വളരെ കുറവ് വെള്ളത്തിലിരുന്നിട്ടാണ് ഈ ചോറ് വേവണത്. അപ്പോൾ ഒരു വളുവെളുപ്പ് ഉണ്ടാകും ചോറിന്. അപ്പോൾ ആ ചോറ് നമ്മൾ സാധാരണ കലത്തിലൊക്കെ വെച്ചേക്കുന്നത് പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, ആ വളുവെളുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റോട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഈ കുക്കറിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഊറ്റും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെന്തക്കണ നമ്മുടെ അച്ചിങ്ങയിലോട്ടും കായയിലോട്ടും ചേർത്ത് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ ചോറ് തിളയ്ക്കാനായിട്ടുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചിങ്ങയിലോട്ടും കായയിലോട്ടും വെന്തിരിക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാച്ചാനായിട്ട് ഒരു പാത്രമൊക്കെ ഉപയോഗിച്ചപ്പോൾ പാത്രം കുറവുണ്ടാവുള്ളൂ കഴുകാനായിട്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിലൊന്നും വേണ്ട നമുക്ക് ശരിക്കും ഒരു ലഞ്ച് ഉണ്ടാക്കാനായിട്ട്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ലൊരു അടിപൊളി ലഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഈ അരപ്പിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ഇതായി കഴിയുമ്പോഴേക്കും നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. അച്ചിങ്ങയും പച്ചക്കായും കൂടിയുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡി ആയത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ കറികളൊക്കെ റെഡിയായി. ചോറ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ ആ പാത്രങ്ങൾ കൈയോട് കൂടി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകിയിടുമ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ച് വരും. അപ്പോൾ ചോറും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻസ് കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ്ങും പാത്രങ്ങളും എല്ലാം പരിപാടിയും കഴിയും കേട്ടോ. ചോറ് ആ സമയം എപ്പോഴും തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി നമ്മൾ ഊറ്റണ കൊട്ടയിലോട്ട് വെച്ച് ഊറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഊറ്റി മാറ്റി നമുക്കവിടെ മൂടി വെക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലീനിങ് ജസ്റ്റ് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടു. പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ എല്ലാ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കിച്ചണും അതേപോലെ തന്നെ നമ്മുടെ ഫുഡും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ്, ചേനക്കറി, അതേപോലെ തന്നെ പച്ചക്കായ, മെഴുക്ക് പുരട്ടി ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയത് 20 മിനിറ്റിനുള്ളിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.